പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, എല്ലാ വ്യക്തികളും പതിവുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്വാഭാവികമായി മറ്റുള്ളവരെ അനുഗമിക്കുകയും മറ്റുള്ളവർ പോയ പാതയിൽ പോകുമ്പോൾ എളുപ്പമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ അവിടെ ഫിലിപ്പോസിനെ കുറിച്ച് ഒരു വാദ്യം കണ്ടു. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ബാക്കിയുള്ളവരൊക്കെയും ചിതറിപ്പോയവർ സുവിശേഷം പറഞ്ഞുകൊണ്ട് പോയ സന്ദർഭത്തിൽ ഫിലിപ്പോസ് സമരിയ പട്ടണത്തിലേക്ക് പോയി. സമരിയ പട്ടണം ഒരു യഹൂദനെ സംബന്ധിച്ച് അതത്ര സന്തോഷകരമായ ഒരു സ്ഥലമാണ്. അവനത് ഏറ്റെടുക്കുവാൻ അവനൊരു വ്യത്യസ്തനായിരുന്നു. അവൻ പതിവുകളിൽ നിന്നും വ്യത്യസ്തനായി തൻ്റെ ജീവിതത്തിൽ ചിലത് ചെയ്തെടുക്കുവാൻ ആഗ്രഹിച്ചവനാണ്. കർത്താവായ യേശുക്രിസ്തു പോകാൻ നേരത്ത് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ യെരൂശലേമിൽ, യഹൂദിയയിൽ, ശമരിയയിൽ പോകണം. എന്നാൽ അപ്പോസ്തലന്മാർക്ക് ആർക്കും അതിന് മനസ്സ് തോന്നിയില്ല. ബാക്കിയുള്ള 120 പേരിൽ പറയപ്പെടുന്നവരും അറിയപ്പെടുന്നവരുമായ ആർക്കും അതിന് ശ്രദ്ധ തോന്നിയില്ല. എന്നാൽ ഈ മേശയിലേക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഫിലിപ്പോസിനെ അതൊരു ഭാരമായി തോന്നി. ശമരി. അപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തനായി ചിന്തിക്കുകയും സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ഫിലിപ്പോസ്. ഫിലിപ്പോസിന്റെ കൂടെ മറ്റ്6 പേരെ കൂടെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് അവരെ തെരഞ്ഞെടുത്തതിനൊരു കാരണം, ആ കാരണം സേർവ് ചെയ്യാൻ. പക്ഷേ അതിനുവേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ അവൻ മീറ്റ് ചെയ്തില്ല. അത് ദൈവത്താൽ കൊടുത്തതാണ്. ആ ക്വാളിഫിക്കേഷൻ മുഴുവൻ അവിടെ പറയപ്പെട്ടതൊന്നും തൻ്റെ സ്വയമായി താൻ നേടിയെടുത്തതല്ല. എന്നാൽ അത് കണ്ട് മനസ്സിലാക്കി തൻ്റെ കോളിങ്ങും തൻ്റെ സമർപ്പണവും തന്നിലുള്ള ദൈവശക്തിയും കണ്ടിട്ട് ജനങ്ങളാണ് അവനെ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് 6-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ ഈ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി അവിടെ 2 വിധ ചിന്താഗതിയുള്ള ജനങ്ങൾ, ഒന്ന് ഗ്രീക്കുകാര്, ഒന്ന് എബ്രായർ. അവരുടെ വിധവന്മാരിൽ ഒരു കൂട്ടർക്ക് തോന്നി അവരെ കാര്യമായി ശുശ്രൂഷിക്കുന്നില്ല. അത് യവന ഭാഷയിലുള്ളവർക്കാണ് ആ പിറുവിറുപ്പുണ്ടായി. കാരണം അവർ മറ്റുള്ള ദേശത്തു നിന്ന് വന്നവർ, അവർക്ക് ഒരു സെക്കൻഡറി ഫീലിംഗ്. അപ്പൊ ആ സെക്കൻഡറി ഫീലിംഗ് നികത്താൻ തെരഞ്ഞെടുത്തൊരു വ്യക്തി കാര്യം മനസ്സിലായി എന്താ തങ്ങളുടെ പ്രോബ്ലം. കാരണം യെരൂശലേമിൽ താമസിക്കുന്ന ഗ്രീക്ക് സംസാരിക്കുന്നവർക്ക് എപ്പോഴും അവിടെയുള്ള യഹൂദന്മാരുടെ എബ്രായ ഭാഷ സംസാരിക്കുന്നവരുടെ വിധത്തിൽ ഒരു ആത്മാഭിമാനമോ സന്തോഷമോ സ്ഥാനമോ ലഭിക്കില്ല. പ്രത്യേകിച്ച് അവർ വിധവന്മാരും കൂടെ ആകുന്ന ഉടനെ അവരുടെ ജീവിതം പിന്നെയും ലോയാണ്. അവർ യഹൂദന്മാരാണെങ്കിൽ പോലും അവർ മറ്റു ഭാഷ സംസാരിക്കുന്നതിനാൽ അവർക്ക് ആ നാട്ടുകാരല്ലെന്നുള്ളൊരു ചിന്താഗതി. രണ്ടാമത്, ഇവർ വിധവന്മാരുടെ ആയതുകൊണ്ട് പരിഗണിക്കാത്തൊരു കൂട്ടരും. അപ്പോൾ അവരുടെ ഉന്നമനത്തിനു വേണ്ടി, അവരിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട അവരുമായി ഇടപെട്ടപ്പോൾ അതുപോലെയുള്ളൊരു ജനതയെ കുറിച്ച് തനിക്ക് നല്ല ഒരു ഭാരം തോന്നി. തടയപ്പെട്ടവർ, അംഗീകരിക്കപ്പെടാത്തവർ, ആരും പോകുവാൻ താല്പര്യമില്ലാത്ത ശമരിയക്കാരെ കുറിച്ച് നോക്കൂ. അതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം കാണുമ്പോഴാണ് മറ്റുള്ളവരുടെ ആ പ്രശ്നത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ ഇടയാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വിധവന്മാർക്ക് സ്വാഭാവികമായി വലിയ സ്ഥാനമൊന്നുമില്ല, വിധവന്മാർക്ക് തന്നെ ഇല്ല. രണ്ടാമത് അത് വേറൊരു ഭാഷയോട് സംസാരിക്കുന്നത് കൊണ്ട് അവര് എപ്പോഴും തഴയപ്പെട്ടവരാണ്.
അപ്പോൾ തഴയപ്പെട്ടവരെ ഉദ്ധരിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി തഴയപ്പെട്ട ഒരു ജനസമൂഹത്തിന്റെ അടുക്കലേക്ക് പോകുവാൻ അതൊരു ഒരുക്കമായിരുന്നു. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് തക്കവണ്ണം നാം ഗ്രഹിച്ച് നമ്മെ പൂർണ്ണമായി അതിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് മറ്റാർക്കും കൊടുക്കാത്ത, മറ്റാർക്കും സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യിക്കുവാൻ പ്രാപ്തരാണ്. അപ്പോൾ 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് അപ്പോസ്തലന്മാർ പറയുന്ന ചില ക്വാളിഫിക്കേഷൻ ഉണ്ട്. അവർ പറയുന്നത്, സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യവുമുള്ള പുരുഷന്മാരെ തെരഞ്ഞെടുക്കുക. താഴെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ അവിടെ കൂടെ ചേർക്കുന്നുണ്ട്. തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ അവർക്ക് നല്ല വിശ്വാസവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഈ വാക്ക് കൂട്ടത്തിലൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവ് നിറഞ്ഞ പുരുഷനായ ഇന്നാരെ തെരഞ്ഞെടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുകളിൽ പറഞ്ഞത് കൂടാതെ ഇവർക്ക് ഓരോ ക്വാളിഫിക്കേഷൻ കൂടെ ഉണ്ട്. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ആത്മനിറവ്, ജ്ഞാനം, നല്ല സാക്ഷ്യം, പിന്നെ വിശ്വാസം. അങ്ങനെ 4 വിധ ക്വാളിഫിക്കേഷൻ ഉള്ള ഈ ജനങ്ങൾക്ക് അവരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞു. അതാ ഈ വലിയ സമൂഹത്തിന്റെ ഇടയിൽ. അപ്പൊ അതിലൊരുവനാണ് ഫിലിപ്പോസ്. ആ ഫിലിപ്പോസിനെ തെരഞ്ഞെടുത്ത സ്ഥലത്ത് അവരുടെ പ്രശ്നത്തിന് പരിഹാരമായി. പിന്നെ ആ പ്രശ്നത്തെ കുറിച്ച് എങ്ങും പറയുന്നില്ല. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടവാൻ തക്കവണ്ണം ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ആ വ്യക്തി സാക്ഷ്യമുള്ളവനായിരുന്നു, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു, ദൈവത്താൽ അംഗീകൃതനായിരുന്നു. ആ ദൈവത്താൽ അംഗീകൃതനായി എന്ന് പറയുമ്പോൾ ഇവിടെ ആത്മനിറവും ജ്ഞാനവും വിശ്വാസവും സാക്ഷ്യവും ഒക്കെ അതിന്റെ കാര്യങ്ങളാണ്. അതെല്ലാമുള്ള ഈ മനുഷ്യൻ തങ്ങളുടെ പ്രവൃത്തിയാണ് ഇവർക്ക് ഉദാഹരണം കൊടുത്തപ്പോൾ അതുപോലെയുള്ള ഒരു സമൂഹത്തിനിടയിലേക്ക് പോകുവാൻ തനിക്ക് ഒരു മനസ്സ് ലഭിച്ചു, ഒരു സമർപ്പണമുണ്ടായി. താൻ അവിടേക്ക് കടന്നു പോവുകയുമാണ്. അപ്പോൾ ഒന്നാമതായി തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിൽ നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. സാക്ഷ്യം മാത്രമല്ല, ജ്ഞാനമുണ്ടായിരുന്നു, ആത്മനിറവുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ദൈവം ആ പ്രവൃത്തിക്ക് വേണ്ടി ജനങ്ങളാൽ ഇവനെ തെരഞ്ഞെടുക്കുവാൻ ഇടയാക്കി തീർത്തത്. അപ്പോസ്തലന്മാരുടെ അനുഗ്രഹം കൊണ്ട് അവർ കൈവച്ച് എന്ത് ചെയ്തു? അവരെ ഈ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാരെ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചതായിട്ട് അവിടെ പറയുന്നത് വളരെ ബോധിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതങ്ങനെ ചെയ്തു. അപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ സ്ഥായിയായ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആരെ? ഫിലിപ്പോസ്. അതാണ് എന്റെ ഹൃദയത്തിൽ ആദ്യം വന്ന ചിന്ത. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവിക ജ്ഞാനവും ദൈവാത്മാവും ദൈവത്തിലുള്ള വിശ്വാസവും ജനങ്ങളുടെ നടുവിൽ നല്ല സാക്ഷ്യവും പ്രാപിച്ച് പേഴ്സണൽ ലൈഫിൽ തന്നെ എവിടെയും ആക്കുവാൻ അവർക്ക് മടി. വിധവന്മാരുടെ ശുശ്രൂഷയാണ്. അപ്പോൾ അവിടെ ആക്കുവാൻ തക്കവണ്ണം നല്ല സാക്ഷ്യമുണ്ട്. ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മുഖപക്ഷം നോക്കാതെ ചെയ്യുവാൻ അവന് കഴിയും. ആ പ്രശ്ന പരിഹാരം അവരുടെ നടുവിൽ നിന്ന് മാറ്റുവാൻ തന്നെയും ഉപയോഗിച്ചു എന്നുള്ളത് വ്യക്തിപരമായ തൻ്റെ ആ നല്ല സ്വഭാവം കൊണ്ടാണ് അവനെ തിരഞ്ഞെടുത്തത്. അത് നമ്മെ ഓർക്കണം. അല്ലാതെ കണ്ടവരെ എടുക്കാനായിരുന്നു. അപ്പോൾ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ വേണ്ടി നമ്മളുടെ ആദ്യപടി അതായിട്ടാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. ക്യാരക്ടർ, ദൈവാത്മാവ്, ദൈവത്തിലുള്ള വിശ്വാസം, മനുഷ്യരുടെ ഇടയിലുള്ള സാക്ഷ്യം, ഇതൊക്കെ വളരെ പ്രാധാന്യമാണ്. അപ്പോൾ നമ്മെ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നാം അവിടെയും വിശ്വസ്തരായിരുന്നാൽ അതിൽ തന്നെ അന്ത്യമായിരിക്കണമെന്നില്ല. അതൊരു ചവിട്ടുപടി മാത്രമാണ്. അപ്പോൾ തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള, ജനങ്ങൾക്ക് സന്തോഷമുള്ള ഒരു വ്യക്തിത്വമായി തീർന്നത് കൊണ്ട് തന്നെ ഈ ചെറിയ മിനിസ്ട്രി കേൾപ്പിച്ചപ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുത്തത് കൊണ്ട് തന്റെ ജീവിതത്തിൽ ഒരു വലിയ മിനിസ്ട്രിയുടെ പ്രിപ്പറേഷൻ ആയിരുന്നു. അത് താൻ ആരും പോകാത്ത, ആർക്കും ഇഷ്ടമില്ലാത്ത ശബരിയിലേക്ക് തന്നെ താൻ പോവുകയാണ്. നമ്മൾ ബോബസിനെ കുറിച്ചും രൂത്തിനെ കുറിച്ചും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ബോബസ് എന്തുകൊണ്ടാണ് ഇതുപോലെ
മോവാബിയ സ്ത്രീയെ വിവാഹം കഴിക്കാൻ മനസ്സ് വെച്ചത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം താന് രാഹാബിന്റെ മകനാണ്. അപ്പോൾ സോഷ്യലി വളരെ ഡൗൺ ആയിരുന്ന രാഹാബിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ താൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഉയർത്താൻ തന്റെ സാഹചര്യം തന്നെ എന്തോ ചെയ്ത് കാണും, വളരെ സഹായിച്ചു കാണും. അല്ലെങ്കിൽ നാം വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നും അല്ല ഇതൊന്നും. പ്രത്യേകിച്ച് ആ തലമുറയിൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു വളരെ ഐകാസ്റ്റിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയെ ഒരു യൗവനക്കാരനോട് പറഞ്ഞു അയ്യോ പാസ്റ്ററായിട്ട് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, ഞാനിപ്പോ അവളെ മാത്രം നോക്കി കല്യാണം കഴിച്ച് അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തോ ചെയ്യും? അവിടെ വിഗ്രഹങ്ങൾ കാണും, അവിടെ അവർക്ക് അത് കാണും ഇത് കാണും. പറഞ്ഞു വന്ന ചുരുക്കം ഇന്നുപോലും സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്, ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യത്തോടെ അടുക്കുമ്പോ എന്താ പറയും? ആ പശുവിലെ ഏട്ടിലെ പശു പോലെ. അതാണ് ഇന്നത്തെ കാര്യമെങ്കിൽ പിന്നെ അന്നത്തെ കാര്യം പറയണം. ഒന്നാമതൊരു വധവ, രണ്ടാമതൊരു അന്യനാട്ടുകാരി, മോവാബിയ സ്ത്രീ. അപ്പോൾ ഇത് മനസ്സിലാക്കുവാൻ തന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ സഹായിച്ചു എന്നതിന് യാതൊരു സംശയവുമില്ല. ആയതിനാലായിരിക്കാം എനിക്ക് ഒരു പ്രത്യേകത രൂത്തിനോട് തോന്നിയത് എന്ന് നാം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞതുപോലെയാണ് ഫിലിപ്പോസ് തഴയപ്പെട്ട വിധവന്മാരുടെ ശുശ്രൂഷ ഏറ്റെടുത്തപ്പോൾ തഴയപ്പെട്ടവരുടെ ഫീലിങ്സ്, തഴയപ്പെട്ടവരുടെ അനുഭവം മനസ്സിലാക്കാൻ കഴിയും. നാം ആ സ്ഥാനത്ത് എത്തുന്നിടം വരെ നമുക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ ആ തടയപ്പെട്ട ഒരു അഭിമാനമില്ലാത്ത മറ്റുള്ളവരാൾ നോക്കുന്നവരുടെ ഭാരവും പ്രയാസവും മനസ്സിലാക്കാൻ കഴിയില്ല. ഫിലിപ്പോസ് അത് നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ശമരിയെ തെരഞ്ഞെടുത്തത്. താൻ അവിടെ പോയാൽ എല്ലാവരും തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല. കാരണം യേശു പോലും അവിടെ പോകുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് 4-ാം അധ്യായം യോഹന്നാൻ വിവരിച്ചിരിക്കുന്നത്. ആരും അങ്ങനെ പോകയില്ല, അതൊക്കെ ഒരു ബ്രാക്കറ്റിലൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല താൻ ചെയ്തത്. പക്ഷേ താൻ അതെടുത്തത് കൊണ്ട് എന്തോ സംഭവിച്ചു? നിങ്ങൾ ആ വാക്യം എന്നെ വളരെ സന്തോഷിപ്പിച്ചു. 8-ാം അധ്യായത്തിൽ പറയുകയാണ് താൻ അവിടെ ചെന്നത് വളരെ കാര്യമായി അവിടെ ഒരു വ്യത്യാസം വരുത്തി. എന്താ വ്യത്യാസം എന്നറിയാമോ? ആ 8-ാം വാക്യം 8-ന്റെ 8 അവിടെ പറയുകയാണ് ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. അവരെ അംഗീകരിച്ച ഒരു ദൈവത്തെ, അംഗീകരിക്കാൻ കാരണമായ സുവിശേഷത്തെ, അതിന് ഹേതുവായ ഫിലിപ്പോസിനെ, അവനിൽ കൂടെയുള്ള പ്രവൃത്തി കണ്ടപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുക ഒരിടത്തൊക്കെ സുവിശേഷം കൊണ്ട് എന്നാൽ എല്ലായിടത്തും അടിയിടിഞ്ഞുകൊണ്ടിയാണ്, എല്ലായിടത്തും വേദനയും ഉപദ്രവവുമായി. എന്നാൽ ഈ പട്ടണത്തിൽ പറയാ എന്താ? വളരെ സന്തോഷം അവർക്ക് എല്ലാവർക്കും ഉണ്ടായി. അപ്പൊ അതാണ് എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച രണ്ടാമത്തെ തത്വം. തഴയപ്പെട്ടവരെ നാം സഹായിക്കുമ്പോൾ, അവരുടെ അടുക്കൽ പോകുമ്പോൾ ലോകം ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വരത്തില്ല. അത് കർത്താവിന്റെ മാർഗമാണ്. കർത്താവാ പറഞ്ഞത് നിങ്ങൾ എങ്ങോട്ട് പോകണം? ശബരിയിലേക്ക് പോകണം. താൻ അത് വിട്ടുകളഞ്ഞില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ആരും ഗണ്യമാക്കാത്ത ഈ ലോ ഗ്രേഡായി കണക്കാക്കുന്ന ജനങ്ങളുടെ നടുവിൽ പോയി അവരെ കാണുകയും അവരെ കേൾക്കുകയും അവരെ അറിയുകയും എന്ത് ചെയ്യണം? ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് നമ്മെ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. മറ്റുള്ളവരുടെ വിഷമത്തെ കുറിച്ച് അറിയുന്നത്. അല്ലെങ്കിൽ അത് കർത്താവ് പറയാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ അവരെ സാക്ഷികളാകും, അവരുടെ ഇടയിൽ സാക്ഷികളാകുവാൻ നിങ്ങളെ അനുവദിക്കും. അപ്പോൾ അവിടെ താൻ ചെന്നപ്പോൾ വേറെ എങ്ങുമില്ലാത്ത ഒരു വാക്കാണ്. ഇനിയും അതൊരു യാദൃശ്യമായി അങ്ങ് പറഞ്ഞു പോയതാണോ എഴുത്തുകാരൻ? നോക്കൂ, തന്റെ മിനിസ്ട്രിയിൽ മുന്നോട്ടുള്ള ബുക്കിലും ഇതേ പദം ഒരിക്കൽ കൂടെ അവൾ ആവർത്തിക്കുന്നുണ്ട്. അതെവിടെയാണെന്നറിയാമോ? താൻ വലിയ ഉണർവ് പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉടനെ തനിക്ക് തന്റെ മിനിസ്ട്രി അല്ല പ്രശ്നം,
ദൈവത്തിന്റെ മിനിസ്ട്രിയായിരുന്നു, ദൈവഹിതമായിരുന്നു. എങ്ങനെ അറിയാം? ഇവിടെ വളരെ ഉണർവ് നടക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു ദൂതം എന്ന് പറയാ, നീ വിജനസ്ഥലത്തേക്ക് പോകാം. വിജനസ്ഥലത്തേക്ക് പോയപ്പോൾ അവൻ ഒരു മനുഷ്യനെ കണ്ടെത്തി. ആ മനുഷ്യൻ എങ്ങനെ വിട്ടുപിരിയുന്നതെന്ന് അറിയാമോ? 39-ാം വാക്യം. അവിടെ 8-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ പറയാണ്, ഫിലിപ്പോസ് തന്റെ കാര്യം ചെയ്തിട്ട് കടന്നു പോകുന്ന ഉടനെ അവിടെ ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. ദുഃഖിതനായി യാതൊന്നും പ്രാപിക്കാൻ കഴിയാതെ കടന്നു പോകാതിരിക്കാൻ ദേവാലയത്തിലൊക്കെ വന്നതാ. നമുക്കറിയാം ദേവാലയത്തിന് ചുറ്റുപാടൊക്കെ ഇത്രയും ദൂരെയൊക്കെ വന്നു ഒരു വേദപുസ്തകം കരസ്ഥമാക്കി. അതൊരു വലിയ കാര്യമാണ്. നിങ്ങൾക്കറിയാമോ, സാധാരണക്കാരന് ഒരു വേദപുസ്തകവും കണി കാണാനില്ലാത്ത കാലഘട്ടത്തിൽ യെശയ്യാവിന്റെ ഒരു ചുരുള് തനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അവന് പണമുണ്ട് ഒരു ചുരുള് വാങ്ങത്തക്ക രീതിയിൽ. നമ്മളിത് കൊണ്ട് നടക്കുന്ന ബൈബിള് പോലെ അല്ലത്. അതിങ്ങനെ ആ തേരിന്റെ ഒരു വശം മുഴുവൻ അടുക്കി വെക്കാൻ കാണും. അത് വില എത്രയോ പൈസ കൊടുത്തിട്ടായിരിക്കും ഞാൻ വാങ്ങിയത്. അപ്പോൾ അത്രയും എനിക്ക് സാധിച്ചു. അതിൽ കൂടുതൽ വലുതൊന്നുമില്ല. വായിച്ചിട്ട് അവൻ പറയുന്നത് വലിയ ഗുണമൊന്നും ഇല്ലെന്നാണ്. ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഇത് തന്നെ കുറിച്ചോ ആരെ കുറിച്ചോ പറയുന്നതുകൊണ്ട് എനിക്ക് അറിയത്തുമില്ല. അപ്പോ നോക്കൂ, അവനും ആരല്ല, മനുഷ്യനാൽ അംഗീകരിക്കുന്നത്. ഒരു യൂനക്കിന് ഇവിടെ കയറാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, ഇവിടെ കയറാൻ പറ്റില്ല. ദേവാലയത്തിൽ കയറാൻ പറ്റുകയില്ല. അതാണ് എന്നെ ചിന്തിപ്പിച്ച മൂന്നാമത്തെ പോയിന്റ്. ഈ മനുഷ്യൻ പാവപ്പെട്ട, തടയപ്പെട്ട, ആരുമില്ലാത്ത, മറ്റു ഭാഷ പറയുന്ന വിധവമാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വെല്ലിങ്ങായി അവനെ ഏൽപ്പിച്ചു കൊടുത്തവനാണ്. അപ്പോൾ ഒരു ജനസമൂഹം തടയപ്പെട്ടവർക്ക് വേണ്ടി അവൻ പോകുവാൻ വെല്ലിങ്ങായിരുന്നു. ഇപ്പൊ ഇതാ അതിലും തടയപ്പെട്ട വേറൊരുത്ത്. അവൻ ദേവാലയത്തിൽ വന്നാൽ പല കാര്യങ്ങളാണ്. ഒന്നാമത് അവൻ വല്ല പ്രോസ്റ്റലൈറ്റ് ആയിരിക്കും, എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം ചെയ്ത് യഹൂദന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കും. പക്ഷെ ആരാ? യൂനക്കിന് ദേവാലയത്തിൽ പോലും പ്രവേശിക്കാൻ അവകാശമില്ല. അപ്പോൾ മറ്റൊരു സ്വയമായി തന്നെത്താൻ ഒന്നും അഭിമാനിക്കാൻ കഴിയാത്ത നമ്മൾ ഈ ദാനിയേലിനും ചന്ദ്രക്കനും മേശക്കനും ഒക്കെ വലിയ സ്ഥാനമാണ് കൊടുക്കുന്നത്. പക്ഷെ അവരെ ആരാക്കി മാറ്റിയെന്നറിയാമോ? രാജാവ് കൊട്ടാരത്തിൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഇവരെ ആരാക്കി മാറ്റും? ഇവരെ യൂനിക്സ് ആക്കി മാറ്റും. അപ്പോ അങ്ങനെ മാത്രമേ അവർക്ക് കൊട്ടാരത്തിൽ സ്വര്യമായി സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യും? പക്ഷെ അവരുടെ ജീവിതം അതോടുകൂടിയ തീരുകയാണ്. അവരുടെ വംശാവലി അവിടെ വെച്ച് തീരുകയാണ്. അവരുടെ എല്ലാം അവിടെ വെച്ച് തീരുകയാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ മറക്കാതാണ് നമുക്ക് വലിയ കാര്യങ്ങളും സന്തോഷമൊക്കെ തോന്നുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. രാജ്ഞിയുടെ പണ്ടാര കാര്യങ്ങളുടെയൊക്കെ അധിപതിയാണ്. അതുകൊണ്ട് തന്നെ ഇവനെ കാറ്റി വഹിക്കും. ബുദ്ധിയൊക്കെ ഉണ്ട്, അറിവൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ കൊട്ടാരത്തിൽ സ്വാതന്ത്ര്യമായി സഞ്ചരിക്കുമ്പോൾ അവനിൽ നിന്ന് യാതൊരു വിധമായ മോറൽ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ അവനെ ഇവരെ കാക്കുന്നതാണ്. അത് അവനെ തിരിച്ചുകൊണ്ടൊന്നും ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഒന്നാമത് തന്നെ നോക്കിയേ, അവന്റെ മാനസികമായ അവസ്ഥ, സംഘർഷം, തടയപ്പെട്ട രീതി. ലോകത്തിൽ സ്ഥാനമാനമൊക്കെ ഉണ്ട്. പക്ഷേ പലയിടങ്ങളിലും അവൻ തന്നെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ എന്തില്ല? ഒരു പുരോഗമനം, ഒരു ഭാവി, അല്ലെങ്കിൽ ദൈവസന്നിധാനത്തിൽ ഒരു പ്രവേശനമോ ഒന്നുമില്ല. പിന്നെ കഴിയാവുന്നതിന്റെ പരമാവധി പ്രാപിച്ചിട്ട് അവൻ മടങ്ങി പോവുകയാണ്. ഒരു നല്ല ചുരുളുമായി അവൻ കടന്നു പോവുകയാണ്. പക്ഷെ ദൈവം വേറെ ആരോടും പറയാതെ ഇത്രയും മനുഷ്യരുണ്ടായിട്ട് എന്തുകൊണ്ടാ ഫിലിപ്പോസിനോട് പറഞ്ഞത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്ഥിതിയാണ്. ദൈവം നമ്മുടെ പുറമേ ഉള്ളതൊന്നും നോക്കാറില്ല. പുറമേ ഉള്ളതിനകത്തൊന്നും ദൈവം ഒന്നും ചെയ്യാറില്ല. വലിയ വിലയും കൽപ്പിക്കാറില്ല. അതൊക്കെ നല്ല കാര്യമാണ് പുറമേ നമുക്കുള്ളതൊക്കെ. പക്ഷെ അകം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകുന്ന മിനിസ്ട്രിയുടെയും ഒക്കെ അടിസ്ഥാന തത്വം. നോക്കൂ, താൻ ഈ ഒരു സാധാരണക്കാരൻ, തനിക്ക് സുവിശേഷമൊക്കെ പറഞ്ഞിട്ടും അവിടെയുള്ള ആൾക്കാരെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല. താൻ മുഖാന്തരമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് സ്നാനപ്പെടുത്തി. പക്ഷെ അപ്പോസ്തലന്മാർ വരേണ്ടി വന്നിരുന്നു.
പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അപ്പോസ്തലന്മാർ അവന്റെ മിനിസ്ട്രി അംഗീകരിച്ചു. എങ്ങനെയാ മിനിസ്ട്രി അംഗീകരിച്ചെന്ന് പറഞ്ഞത്? ഇവന്റെ മിനിസ്ട്രിയെ കുറിച്ച് കേട്ടപ്പോ അവരെ 2 ശ്രേഷ്ഠന്മാരായ അപ്പോസ്തലന്മാരെയാണ് അവന്റെ അടുക്കിലേക്ക് അയച്ചത്. ആരെയൊക്കെ? പത്രോസിനെയും യോഹന്നാനെയും. അപ്പോൾ നോക്കൂ, നമ്മളെ എങ്ങനെയാണ് ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്നത്? അപ്പോസ്തലന്മാരാൽ, ശ്രേഷ്ഠന്മാരാൽ, ദൈവത്താൽ. ദൈവം നമ്മെ നിയോഗിക്കുന്ന രീതി കാണുന്നു. അതിന് ബാക്കിയുള്ളവരെ ഫിലിപ്പോസിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ദൈവം അവനൊരു വലിയ നിയോഗം കൊടുക്കുകയാണ്, ഒരു ഭൂഖണ്ഡത്തിലേക്ക് സുവിശേഷം എത്തുവാൻ. അല്ലേ? നോക്കൂ, പത്രോസിനോട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ദൈവരാജ്യത്തിന്റെ താക്കോൽ തരുന്നുണ്ട്. പക്ഷേ അതിനു മുൻപേ ആ പത്രോസ് പോകുന്നതിന് മുമ്പേ, അത് 10-ാം അധ്യായത്തില ജാതിയുടെ അടുക്കിലേക്ക് പോകുന്നത്, അതിനു മുൻപേ തഴയപ്പെട്ടവരുടെ അടുക്കിലേക്ക് പോയതും അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ അടുക്കിലേക്ക് അയച്ചതും ഈ ഫിലിപ്പോസിനെയാണ്. അപ്പോൾ ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ മിനിസ്ട്രി അത് ഒരു അപ്പോസ്തലന്മാര് മാത്രമല്ല അംഗീകരിച്ചത്. ആ ദേശത്തിൽ ഒരു മഹാനുണ്ടായിരുന്നു. ആരാ? ശിമോൻ. അവൻ മഹാനെന്ന് നടിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. അതാ അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ നോക്കിക്കേ, 8-ാം അധ്യായത്തിൽ അവനെ കുറിച്ച് പറയുന്നത് വളരെ കാര്യമായിട്ടാണ് പറയുന്നത്. എന്താ? അതിൽ 9 മുതൽ, ശിമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോയി. അപ്പോൾ അവൻ അവരുടെ എല്ലാം നോട്ടപ്പുള്ളിയാണ്. അവന് പറയാതൊന്നും അവിടെ നടക്കത്തില്ല. എല്ലാവരും അവനോട് ആലോചന ചോദിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ അപ്പോസ്തലന്മാരുടെ മാത്രം നോട്ടത്തിന് അല്ല ഈ ഫിലിപ്പോസ് വിധേയനായിത്തീർന്നത്. അവരവനെ മാനിച്ചു, അവന്റെ മിനിസ്ട്രി അംഗീകരിച്ചു, അവിടെ ചെന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലേ? അത് കഴിഞ്ഞ ഉടനെ വലിയ മഹാനെന്ന് നടിച്ചു നടക്കുന്ന ആഭിചാരകൻ ആരെ നോട്ട് ചെയ്തു? അവനെ അംഗീകരിച്ചു. ആരെ? ഫിലിപ്പോസിന്റെ ശുശ്രൂഷയെ അംഗീകരിച്ചു. അവനേക്കാൾ, അവന്റെ പരിപാടിയേക്കാൾ താൻ എന്ത് ചെയ്യുകയാണ്? പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിട്ട് ഈ ഫിലിപ്പോസിനെ കണ്ടിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് ആബാലവൃത്തം എല്ലാവരെയും അവനെ ശ്രദ്ധിച്ചു വന്നു. അവിടെയാണ് പ്രസക്തി. അവൻ തന്നെ താൻ പറഞ്ഞല്ല, അവനെ എല്ലാവരും എന്ത് ചെയ്തു? ശ്രദ്ധിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അവൻ പറയാതെ ഒന്നും അവിടെ നടക്കുന്നില്ലെന്ന് അർത്ഥം. അവനാണ് കൺട്രോൾ ചെയ്യുന്നത്, അവനാണ് ലാസ്റ്റ് വേർഡ് പറയുന്നത്. കാരണം അവൻ ആരാണ്? വലിയ ശക്തിയുള്ള ഒരു ദേവതയുടെ ആളാണ്. അപ്പോൾ നോക്കൂ, ഈ സാധാരണക്കാരുടെ ഇടയിൽ മിനിസ്ട്രിക്കായി പോയ ഈ വ്യക്തിയെ ദൈവം അവരിലെ മിടുമിടുക്കന്മാരുടെയും ശ്രദ്ധയ്ക്ക് പാത്രീഭൂതനാക്കി തീർത്തു. അപ്പോൾ അപ്പോസ്തലന്മാർ മാത്രമല്ല തന്നെ അംഗീകരിക്കുന്നത്. തന്നെ അംഗീകരിച്ചത് ആരൂടെ? ഇങ്ങനെയുള്ളവരുടെ അംഗീകരിച്ചു. പിന്നെ ദൈവം അംഗീകരിച്ചു എന്നുള്ളതിനാണ് നമുക്കറിയാം അവന്റെ മിനിസ്ട്രി വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദേശത്ത് നടക്കുന്നു. അവനെയാണ് ദൈവം ഈ മനുഷ്യന്റെ അടുക്കലേക്ക് അയക്കുന്നത്. അവനാണ് ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത ഒരു പദവി ലഭിച്ചത്. എന്താ? ഇവനെ വേറെ ആർക്കും ചെയ്യുവാൻ ഇഷ്ടമില്ലാത്ത ഒരു മിനിസ്ട്രി ചെയ്തപ്പോ ദൈവം വേറെ ആർക്കും കൊടുക്കാത്ത ഒരു പദവി ആർക്ക് കൊടുത്തു? ഫിലിപ്പോസിന് കൊടുത്തു. എന്താ പദവി? അവനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. വേറെ ആരെയും ആത്മാവ് എടുത്തുകൊണ്ടുപോയി. മറ്റവരെല്ലാം ആത്മാവൊക്കെ കൊണ്ടുപോയത് അവരെ ഒരു ആത്മീയമായ ചിന്താഗതിക്ക് വേണ്ടി എസെക്കേലിനെയും അവിടെ ഇവരെയൊക്കെ അല്ലെങ്കിൽ അപ്പോസ്തലനായ യോഹന്നാനെയൊക്കെ കൊണ്ടുപോയത് ശരീരത്തിലല്ല, അത് അവരുടെ ജീവിതത്തിൽ ഒരാത്മീയമായ ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു ആത്മീയമായ മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, ലോകത്തിൽ ഒരേ ഒരു മനുഷ്യന് എല്ലാവരാലും നോട്ട് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ.
താൻ അങ്ങോട്ട് എത്ര നേരം എടുത്തിട്ട് അവിടെ പോയത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനെ തിരിച്ച് ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി എന്നാണ് അടുത്ത വാക്യം പറയുന്നത്. നമ്മൾ മുമ്പേ വായിച്ചതാണ്. അതിന്റെ അടുത്ത വാക്യം 40-ാം വാക്യം. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരയിലെത്തി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനെ എന്തോ ചെയ്തു, അവനെ എടുത്തുകൊണ്ടുപോയി. അതിന്റെ 39-ാം വാക്യത്തിൽ അവർ വള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. നമുക്കറിഞ്ഞൂടെ ഇതെങ്ങനെ സംഭവിച്ചത്. പക്ഷെ വേദപുസ്തകത്തിൽ അങ്ങനെ പറയും. അവിടെ അത് വളരെയധികം പറഞ്ഞതുകൊണ്ടാണല്ലോ കൃത്യമായി എഴുതിയ ലൂക്കോസ് അത് എഴുതി വെച്ചത്. ലൂക്കോസ് ഒരു സാധാരണക്കാരനല്ല, വളരെയധികം വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറാണ്. ആരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്? തിയോഫിലോസ് എന്ന് പറയുന്ന ഒരു ഗവർണറാണെന്നാണ് വിശ്വസിക്കുന്നത്. ആ തിയോഫിലോസ് എന്ന് പറയുന്ന വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് കാര്യങ്ങളെ യഥാവണ്ണം പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം അത്ര സമൂഹങ്ങളുടെ ഉന്നതന്മാരുടെ ഇടയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയായി. ആ വ്യക്തിയെല്ലാം ക്രമമായി പഠിച്ച ശേഷം എഴുതുകയാണ്. വേറെ ആർക്കും ലഭിക്കാത്ത സൗഭാഗ്യം ആർക്ക് ലഭിച്ചു? ഫിലിപ്പോസിന് ലഭിച്ചു. അപ്പോൾ വേറെ ആരും ചെയ്യാത്തത് ചെയ്യുവാൻ ധൈര്യപ്പെടുന്ന വ്യക്തികൾക്ക്, വേറെ ആരും ശബരിയിലേക്ക് പോകുവാൻ മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ, പാവപ്പെട്ടവരെ തള്ളപ്പെട്ടവരെ ശുശ്രൂഷിച്ച് അതിലുണ്ടായ സന്തോഷം മനസ്സിലാക്കി താൻ അവിടെ ചെന്ന് സുവിശേഷം പറയുമ്പോൾ പട്ടണക്കാർക്ക് മുഴുവൻ സന്തോഷം കൊടുത്തു. താൻ ശുശ്രൂഷിക്കുന്നതൊക്കെ സന്തോഷം. ആ മനുഷ്യനും സന്തോഷത്തോട് പോയി. തന്റെ ജീവിതം സന്തോഷം. കാരണം ദൈവാത്മാവ് എടുത്തുകൊണ്ട് പോകുന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷം ആർക്ക് ലഭിക്കാതെ അല്ലേ? അപ്പോൾ നോക്കിക്കോണം, നാം നമ്മളുടെ ഇടത്തിനും നാട്ടിലുള്ള നടപ്പിനുമല്ലാതെ ദൈവത്തിന് വേണ്ടി വ്യത്യസ്തമായ കാര്യം ചെയ്യുവാൻ, ദൈവം കാണുന്നവരെ അതേ രീതിയിൽ കണ്ടിട്ട് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ താല്പര്യപ്പെടുമ്പോൾ, കർത്താവിന് ഇഷ്ടമാണെന്ന് എങ്ങനെ അറിയാം? യേശു വ്യക്തമായി പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ യെരുശലേമിലെ യഹൂദയിലും മാത്രമല്ല ശമരിയയിലും നിങ്ങൾ പോകണം. ഇതുവരെ അവന്റെ തലയിൽ കയറിയില്ല. തലയിൽ കയറിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എല്ലാ നിലകളിലും എന്തായിരുന്നു? അവൻ വ്യത്യസ്തനാണ്. ഇനിയിപ്പോൾ അത് അവന്റെ മിനിസ്ട്രി. നമ്മൾ അവന്റെ വ്യക്തിപരമായ ജീവിതം കണ്ടു, അവന്റെ മിനിസ്ട്രി കണ്ടു. ഇനി മൂതാതെ അവന്റെ ഫാമിലി ലൈഫ് ഒന്ന് നോക്കാം. അവനെ ആരായിരുന്നു നോക്കിക്കേ. 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഒരു കൊച്ചു വാക്യം അതിനിടയ്ക്ക് ലൂക്കോസ് ദൈവാത്മാവിൽ രേഖപ്പെടുത്തി അവിടെ വെച്ചിട്ടുണ്ട്. 21-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്ര ഒക്കെ മടങ്ങി വരുന്ന സമയത്ത് അവർ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം താൻ പണമൊക്കെ ശേഖരിച്ച് യെരുശലേമിലേക്ക് പോകാൻ. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു ചില കാര്യങ്ങൾ നാം നോക്കുമ്പോൾ തന്റെ ഫാമിലി ലൈഫിനെ കുറിച്ച് അവിടെ പരാമർശിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ് 8-ാം വാക്യം. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിലെത്തി. 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവനെ കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ എന്താ ഈ മനുഷ്യൻ മറ്റുള്ളവരെ കൂടെ അംഗീകരിക്കുന്നവരല്ലേ? അപ്പൊ പൗലോസും ഇവന്റെ അടുക്കലേക്ക് പോകത്തക്ക രീതിയിൽ ദൈവം അവനെ ഉയർത്തി. കൈസരിയിൽ അവൻ താമസിക്കുക. ഇപ്പൊ എത്ര വർഷം കഴിയാണെന്നറിയാം? അനേക വർഷങ്ങൾ കഴിഞ്ഞു. കാരണം പൗലോസ് അനേക വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് മിഷണറിയിൽ തന്നെ തുടങ്ങുന്നത്. അതൊക്കെ ഇപ്പോൾ വളരെ കാലം കഴിഞ്ഞു. അപ്പോൾ അപ്പോഴും അവൻ വിശ്വസ്തയോടെ എവിടെ ശുശ്രൂഷിക്കുക? അപ്പോൾ ഇതൊരു ഇറക്കപ്പെരുപ്പത്തിന്റെ ശുശ്രൂഷ ആയിരുന്നില്ല. അപ്പോഴത്തേക്ക് മാത്രം ഉണ്ടായിരുന്നല്ല, നിലനിൽക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു അവന് കൈസരിയിൽ ഉണ്ടായിരുന്നത്. അവനെ പെട്ടെന്ന് ഉണർവ് തോന്നി, ദൈവം ഉപയോഗിച്ചു, അവിടുന്ന് സ്ഥലം വിട്ടില്ല. ഇത്രയും വർഷം കഴിയുമ്പോഴും അവനെ കുടുംബസ്ഥനായി, നല്ല പെൺകുട്ടികളുള്ള പ്രവചിക്കുന്ന ആത്മീയരായ ഒരു കുടുംബത്തിന്റെ ഉടമസ്ഥനായി ആ ദേശത്ത് ദൈവം അവനെ നിലനിർത്തി. നോക്കൂ, അപ്പൊ എല്ലാ തുറകളിലും ഇവന്റെ സ്വാധീനമാണ് ഞാൻ പറയുന്നത്. വ്യക്തിപരമായ ജീവിതത്തിൽ, മിനിസ്റ്റീരിയലിൽ, പിന്നെ ഇവിടെന്താ അവന്റെ കുടുംബത്തിൽ. അത് എങ്ങനെയുള്ള പട്ടണമാണ്? ശമരിയ. ശമരിയ അത്ര വലിയ പേരുള്ള പട്ടണമൊന്നുമല്ല. അവിടെ ലോയൊക്കെ വളരെ കുറവാണ്.
അവർക്കാകെ 5 പുസ്തകങ്ങളേ ഉള്ളൂ അവരുടെ പ്രമാണം. വേറെ പ്രവാചകന്മാരൊന്നും കാര്യമായിട്ടുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഉള്ളതെല്ലാം ശല്യമാണ്. നമുക്കറിയാം നെഹമ്യാവിന്റെ കാലത്ത് ഇവരെ തൊട്ടടിപ്പിക്കാൻ പോലും കൊള്ളത്തില്ലെന്നാണ് നെഹമ്യാവ് വിശ്വസിച്ചിരുന്നത്. അവരുടെ പ്രവർത്തനമൊക്കെ നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. എന്തെല്ലാം സൂത്രക്കാരാണെന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ജനങ്ങളുടെ നടുവിൽ ചെന്നും നല്ലൊരു ഫാമിലിയിലേക്ക് ചെയ്തവർ. ലോത്തിനെ പോലെയാണ്. ലോത്തിനെ കുറിച്ച് നമ്മൾ കാണുന്നത് സാഹചര്യം അവന്റെ കുടുംബത്തെ തകർത്തു എന്നാണ്. എന്നാൽ ഇവിടെ സാഹചര്യത്തിന് വ്യത്യസ്തമായി വ്യക്തിപരമായി മോഡലായി വ്യക്തിപരമായി ദൈവത്തിന് വേണ്ടി എന്തുവേതുമാകുന്ന ആ മനുഷ്യനെ ദൈവം എല്ലാ നിലകളിലും അനുഗ്രഹിക്കുകയാണ്. അവന്റെ കുടുംബത്തിന്, അവന്റെ മക്കളെ. ഒരാളാണെങ്കിൽ നമുക്ക് അത് ഒരു സ്വാഭാവിക യാദൃശ്യ സംഭവം. 4 മക്കളും പ്രവചിക്കുന്ന ഒരു കുടുംബം. അപ്പോൾ കുടുംബ നിലയിലും അവൻ ദൈവത്തെ മുന്നിൽ നിർത്തി ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന നിലനിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ ഉടയൻ. ഇനി അവന്റെ സോഷ്യൽ ലൈഫ് കൂടെ നമുക്ക് നോക്കാം. അടുത്ത വാചകത്തിലുണ്ട്. എന്താണെന്നറിയാമോ? ഇവരിങ്ങനെ വളരെ കാലം അവിടെ പാർക്കുക. അപ്പോൾ ദൈവമക്കളെ സ്വീകരിക്കാനും താമസിപ്പിക്കാനും ഇവനെന്തുണ്ട്? യാതൊരു മടിയുമില്ല. അതിനും പൗലോസിന്റെ മിനിസ്ട്രിയുടെ ശ്രേഷ്ഠത കൊണ്ടാണോ? ഒരാളെ മാത്രമല്ല, ഞങ്ങളാണ് അവിടെ പാർക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള വാക്യം നോക്കേ. അങ്ങനെ ഞങ്ങൾ വളരെ കാലം അവിടെ പാർക്കുന്ന ഉടനെ എന്തോ സംഭവിച്ചു? അവിടെ ഒരാളൂടെ വന്നു. അപ്പം അതിലെ കടന്നു പോകുന്നവരൊക്കെ അവിടെ കയറി പോകുമായിരുന്നു. ആരാ? അഗബാസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ. അപ്പോൾ ഇവൻ മറ്റുള്ളവരെ കൈക്കൊള്ളുന്നവനായിരുന്നു എന്നുള്ള ഫേമസ്. അഗബാസിനെ പിന്നെ നമ്മളൊന്നും കാണുന്നില്ല, ഉണ്ടോ? അപ്പോൾ അതിലെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് ഒരാശ്വാസമായിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു അവന്റെ സാമൂഹ്യ ജീവിതം. അപ്പൊ നോക്കൂ, ആർക്കും അല്ലെങ്കിൽ കടന്നു പോകുന്നവർക്കും ഒരാശ്വാസമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. അത് വിധവമാർക്ക് മാത്രമല്ല, ഷണ്ണന് മാത്രമല്ല, തഴയപ്പെട്ട ആരും ഗണ്യമാക്കാത്ത ശമരിയർക്ക് മാത്രമല്ല, അത് ചെയ്യുന്ന ഏത് വ്യക്തികൾക്കും അവരൊരു അനുഗ്രഹമായിരുന്നു. നോക്കൂ, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം വളരെ ചുരുക്കിയവ പറഞ്ഞിട്ടുള്ളെങ്കിലും അവന്റെ ജീവിതം മനുഷ്യരുടെയും ദൈവത്തിന്റെയും മുൻപിൽ ശ്രേഷ്ഠമായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, അവന്റെ മിനിസ്ട്രിയെ നാട്ടുകാർ അംഗീകരിച്ചു, അവനെ അപ്പോസ്തലന്മാർ അംഗീകരിച്ചു, അവനെ ദൈവം അംഗീകരിച്ചിട്ട് അവനെ തന്നെ ഷണ്ണിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. അവനൊരു റിട്ടേൺ ടിക്കറ്റ് ദൈവം ഒരുക്കി കൊടുത്തു, ആത്മാവിൽ കടന്നു വരാൻ. പിന്നിതാ അവനെ കുറിച്ച് ലൂക്കോസ് പറഞ്ഞിരിക്കുകയാണ്, അവൻ വ്യത്യസ്തനായി. അല്ലേ? അതൊരു ജാതികളിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ് ലൂക്കോസ്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ അവരോടൊപ്പം ഒരു ദിവസമൊന്നുമല്ല, പല നാൾ, വളരെ നാൾ ഞങ്ങൾ അവിടെ പാർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലേ? ആ വീട്ടിൽ ചെന്ന് അവനോട് കൂടെ പാർത്തു. അവിടെ വളരെ ദിവസം പാർത്തു. അപ്പോൾ ഈ നമ്മളൊക്കെ പലരെയും സഹായിക്കും, 1-2 ദിവസം അവർക്ക് സൗകര്യമാണെങ്കിൽ. എന്നാൽ ഇതങ്ങനല്ല. കാര്യമായ ഒരു അംഗീകാരം മറ്റുള്ളവർക്ക് താമസിക്കുവാൻ, വന്നു പാർക്കുവാൻ, സൂര്യമായിരിക്കാൻ, മിനിസ്ട്രി വെളിപ്പെടുത്തുവാൻ ഒക്കെ അവിടെ എന്തുണ്ടായിരുന്നു? സാവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ അതിനുള്ള കാരണം ദൈവത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നോക്കിയ ക്വാളിഫിക്കേഷൻ ഒക്കെ അവനുണ്ടായിരുന്നു. എന്തൊക്കെയാ? നല്ല വിശ്വാസം, നല്ല സാക്ഷ്യം, ജ്ഞാനം, പിന്നെ ആത്മാവ്. പിന്നെ ആത്മാവിൽ നടത്തപ്പെടുന്നവനായിരുന്നു. അപ്പം ദൈവം എന്ത് മിനിസ്ട്രിക്കാൻ നമ്മെ വിളിച്ചു എന്നുള്ളത് കാര്യമല്ല, നാം ഇപ്പൊ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് കാര്യമല്ല, നമ്മളെ ഏൽപ്പിക്കുന്ന സ്ഥാനങ്ങളിൽ. അതവിടെ ഒരു വലിയ പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കണ്ടവരിൽ ഒരുവനാണ് പീലിപ്പോസ്. അപ്പോൾ ദൈവം നോക്കൂ അവനെ ഉയർത്തുന്നത്.
അവനെ ശ്രേഷ്ഠതയിലേക്ക് നടത്തുന്നത്. അപ്പോൾ നാം ദൈവത്തിന്റെ ഹൃദയമുള്ളവരായിരുന്ന, ദൈവത്തിന്റെ ഹിതം നമ്മളിൽ കൂടെ ചെയ്തെടുക്കുവാൻ നമുക്ക് പരിധികളില്ലാതെ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അത് മനുഷ്യരുടെ കാഴ്ചപ്പാടിനോ മനുഷ്യരുടെ ചിന്താഗതിക്കോ മുകളിലായി. അവൻ ചെല്ലുന്നിടത്തൊക്കെ ഒരു സന്തോഷം. വധവന്മാർക്ക് സന്തോഷം, ശമരിയ പട്ടണത്തിലുള്ളവർക്ക് സന്തോഷം, പിന്നെ ഷണ്ടന് സന്തോഷം, പൗലോസിനും കൂട്ടർക്കും സന്തോഷമുള്ളത് കൊണ്ടാണല്ലോ വളരെ നാളെ അവിടെ പാർക്കുന്നത്. അപ്പോൾ അവന്റെ ജീവിതം ആകപ്പാടെ എല്ലാ നിലകളിലും മാന്യമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു, മറ്റുള്ളവരെ, കഴിയപ്പെട്ടവരെ അംഗീകരിക്കുന്നതായിരുന്നു. ആയതുകൊണ്ട് അവനൊരു പ്രത്യേക സ്ഥാനം. മറ്റുള്ളവരെ കുറിച്ചൊന്നും നാം വായിക്കുന്നില്ല. നാം ഈ 7 പേരിൽ സ്തെഫാനോസ് അടുത്ത അധ്യായത്തിൽ മരിച്ചു തീർന്നു. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പോലും വേറെ ഒരുവനെയും നാം കാണുന്നില്ല. അതാണ് അതിന്റെ പ്രാധാന്യം. അവിടെയാണ് ലൂക്കോസിന്റെ പേര് എഴുതുന്നതിൽ വ്യത്യാസം. നമ്മള് യോഹന്നാനെ 1-2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കണ്ടുമുട്ടുന്ന പത്രോസിന്റെ കൂടെ പോകുന്നത് 3-ാം അധ്യായത്തിൽ, 8-ാം അധ്യായത്തിൽ കൈവെക്കാനായിട്ട്, അതോടുകൂടി കാര്യമെത്ത്. പിന്നെ അവിടെയും ഇവിടെയും യേശുവിന്റെ സഹോദരനായ യാക്കോബിനെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. പത്രോസിന്റെ 12-ാം അധ്യായത്തോടുകൂടി കാര്യം. എന്നാൽ വേറെ അപ്പോസ്തലന്മാരുടെ കാര്യമൊന്നും എഴുതാത്തപ്പോൾ ഈ പാവപ്പെട്ടവരുടെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ശമരിയക്കാരൻ, അവന് കിട്ടിയ ബാക്ക്ഗ്രൗണ്ട്, വിധവമാരുടെ നടുവിൽ നിന്ന് ലഭിച്ചത് ഒരു യാഥാർത്ഥ്യമാക്കി തീർത്തപ്പോ ദൈവം തമ്പുരാൻ അവന്റെ പേര്, അവന്റെ കുടുംബത്തിലുള്ളവരുടെ, അവന്റെ പ്രവൃത്തിയെക്കുറിച്ച്, ദൈവം അവനെ മാനിച്ച വിധത്തെക്കുറിച്ച്, ദൈവം അവനെ പ്രത്യേകമായി ഉപയോഗിച്ച പദ്ധതിയെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ദൈവം മാനിച്ചതുകൊണ്ട് അപ്പോസ്തലന്മാർ അവന്റെ മിനിസ്ട്രിയെ മാനിച്ചു. ദൈവം മാനിച്ചതുകൊണ്ട് ആ നാട്ടുകാർക്ക് അവൻ പ്രാധാന്യമുള്ളവനായിട്ട്. ദൈവം അവനെ മാനിച്ചതുകൊണ്ട് മഹാനെന്ന് നടിച്ച മറ്റൊരു ദേവിയുടെ ശക്തിയായി ജീവിച്ചവന് പോലും ഇവനെ ഒരത്ഭുതമായി മാറി. ദൈവം മാനിച്ചപ്പോൾ അവിടെ അവന് ഈ വലിയ സംഘത്തിൽ ഒരാശ്വാസമായിരുന്നു, ഒരു സന്തോഷമായിരുന്നു. അവിടെയുള്ള മറ്റ് മിനിസ്റ്റേഴ്സിനും അവനൊരു സന്തോഷമായിരുന്നു. നമ്മുടെ ജീവിതം കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുവാൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ ആരായിരിക്കണമെന്നില്ല. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, ദൈവം കർത്താവിന്റെ ഹൃദയം നമുക്ക് ലഭിക്കുമ്പോൾ, കർത്താവ് കാണുന്നത് പോലെ ജനങ്ങളെ കാണുമ്പോൾ, കാര്യങ്ങളെ അംഗീകരിക്കുമ്പോൾ, അവൻ നിശ്ചയമായും ഫിലിപ്പോസിനെ മാത്രമല്ല ലോകത്തുള്ള എല്ലാവരെയും അതിനുവേണ്ടി ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ, ചിന്താഗതിയുടെ അവസ്ഥ നമുക്കത് കാണാം. നമ്മളെ കടത്തിവിടുന്ന ഓരോ സന്ദർഭവും ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഓർത്തോണം. ഈ വിധവമാരെ ശുശ്രൂഷിക്കുവാൻ, പഴയപ്പെട്ട ജനങ്ങളുടെ അടുക്കിലേക്ക് വിടുവാൻ അതൊരു സ്റ്റെപ്പ് സ്റ്റോൺ മാത്രമാണ്. അതൊരു വലിയ മിനിസ്ട്രിയാണ്. യൂണിക്കിന്റെ അടുക്കിലേക്ക് വിടുവാൻ അതൊരു സ്റ്റെപ്പ് സ്റ്റോൺ. ദൈവത്തിന്റെ വലിയ മിനിസ്ട്രിക്കായി നമ്മെ പ്രിപ്പയർ ചെയ്യുവാൻ അവൻ തരുന്ന സന്ദർഭങ്ങൾ നമ്മൾ ഏറ്റെടുത്താൽ അത് നമുക്കും ദൈവനാമത്തിനും ലോകത്തിനും അനുഗ്രഹമായിരിക്കും, മറ്റുള്ളവർക്ക് സന്തോഷമായിരിക്കും, ആശ്വാസമായിരിക്കും, വിടുതലായിരിക്കും. അതിന് ദൈവസന്നിധാനത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.